എല്ലാവർക്കും എൻ്റെ നമസ്കാരം. ഇത്രയേറെ വിദ്യാഭ്യാസമുണ്ടായിട്ടും ഇത്രയേറെ കഴിവുകളുണ്ടായിട്ടും ജീവിതത്തിൽ നല്ലൊരു ജോലി സമ്പാദിക്കാൻ പറ്റാത്ത ചില ആളുകൾ നമ്മുടെ മലയാളികൾ നമ്മുടെ കൂട്ടത്തിലുണ്ട്. കാരണം അവർക്ക് ഇംഗ്ലീഷ് സംസാരിക്കാനുള്ള കഴിവ് വളരെ കുറവാണ്, അതല്ലെങ്കിൽ അത് മനസ്സിലാക്കാനുള്ള കഴിവ് വളരെ കുറവാണ്. ഇതിൻ്റെ കാരണങ്ങൾ എന്തൊക്കെയാണെന്ന് നമുക്ക് ഒരു പരിശോധന നടത്താം. നിങ്ങൾ അറിയേണ്ട ഒരു കാര്യം, അല്ലെങ്കിൽ നമ്മൾ അറിയേണ്ട ഒരു കാര്യം, ലോകത്ത് ഇംഗ്ലീഷ് സംസാര ഭാഷ മദർ ടങ് ആയിട്ടല്ലാത്ത രാജ്യങ്ങൾ, അല്ലെങ്കിൽ UK, ഓസ്ട്രേലിയ, ന്യൂസിലാൻഡ്, അയർലാൻഡ്, സ്കോട്ട്ലാൻഡ്, കാനഡ, അമേരിക്ക തുടങ്ങിയ രാജ്യങ്ങൾ ഒഴികെ ലോകത്ത് ഏറ്റവും എളുപ്പത്തിൽ ഇംഗ്ലീഷ് സംസാരിക്കാൻ പറ്റുന്ന ഒരേ ഒരു ജനത നമ്മുടെ മലയാളികളാണ്. അതിൻ്റെ കാരണങ്ങളിലേക്ക് ഞാൻ വരാം. കേൾക്കുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും ഞാൻ എന്താണ് പറഞ്ഞു വരുന്നതെന്ന്. നമ്മുടെ ജീവിതത്തിലെ ദൈനംദിന ജീവിതത്തിൽ ഒരു ദിവസത്തെ ജീവിതം എടുത്തു നോക്കിയാൽ മാത്രം അറിയാം നമുക്ക് ഇംഗ്ലീഷ് നമ്മുടെ സ്റ്റാറ്റസ് ഓഫ് ഇംഗ്ലീഷ് എവിടെയാണെന്നുള്ളത്. നമുക്കാണ് ഏറ്റവും കൂടുതൽ ഇംഗ്ലീഷ് സംസാരിക്കാനുള്ള കഴിവ് ഉള്ളതും ഉണ്ടാവേണ്ടതും. പക്ഷേ നമ്മളത് ഉപയോഗപ്പെടുത്തുന്നില്ല. ഞാൻ എൻ്റെ കാരണങ്ങളിലേക്ക് വരാം. ഒരു മനുഷ്യൻ രാവിലെ ബെഡിൽ നിന്ന് എഴുന്നേൽക്കുന്നത് മുതൽ തിരിച്ച് രാത്രി ആ ബെഡിലേക്ക് വരുന്നത് വരെയുള്ള ഒരു ദിവസത്തെ സമയം എടുത്തു നോക്കിയാൽ നമുക്ക് ഇംഗ്ലീഷ് സംസാരിക്കാൻ പറ്റുമോ ഇല്ലയോ എന്നുള്ളത് നമുക്ക് തികച്ചും മനസ്സിലാക്കാൻ പറ്റും. ഒരു മനുഷ്യൻ രാവിലെ ബെഡിൽ നിന്ന് എഴുന്നേൽക്കുകയാണ്. ബെഡ് എന്ന് പറഞ്ഞാൽ ഇംഗ്ലീഷ്. നേരെ എടുക്കുന്ന സ്ലിപ്പർ ഇംഗ്ലീഷ്. പിന്നെ പോകുന്നത് സ്വിച്ച് ഓഫ് ദ ഫാൻ ആണെങ്കിൽ ഫാൻ സ്വിച്ച് ഓഫ് ചെയ്യും. AC ആണെങ്കിൽ AC സ്വിച്ച് ഓഫ് ചെയ്യും. AC ഇംഗ്ലീഷാണ്, എയർ കണ്ടീഷൻ ഇംഗ്ലീഷാണ്, സ്വിച്ച് ഇംഗ്ലീഷാണ്, മൊബൈൽ എടുത്ത് വെക്കുന്നത് ഇംഗ്ലീഷാണ്, ചാർജർ ഇംഗ്ലീഷാണ്, ഡിസ്കണക്റ്റിംഗ് ചാർജർ എല്ലാം ഇംഗ്ലീഷാണ്. പിന്നെ നമ്മൾ സ്ലിപ്പർ വിട്ടുകൊണ്ട് പോകുന്നത് ടോയ്ലറ്റിലേക്കാണ്. ടോയ്ലറ്റിലേക്ക് പോകുന്നതിന് മുമ്പ് ഡോർ ഇംഗ്ലീഷാണ്, ടോയ്ലറ്റ് ഇംഗ്ലീഷാണ്, ടോയ്ലറ്റിൻ്റെ ഉള്ളിലെ ടൈൽസ് ഇംഗ്ലീഷാണ്, സോപ്പ് ഇംഗ്ലീഷാണ്, ബ്രഷ് ഇംഗ്ലീഷാണ്, ടൂത്ത് പേസ്റ്റ് ഇംഗ്ലീഷാണ്, ടവൽ ഇംഗ്ലീഷാണ്, ടൈൽസ് ഇംഗ്ലീഷാണ്, ക്ലോസറ്റ് ഇംഗ്ലീഷാണ്, വിൻഡോ ഇംഗ്ലീഷാണ്, ഷേവിംഗ് സെറ്റ് ഇംഗ്ലീഷാണ്, ഷേവിംഗ് ക്രീം ഇംഗ്ലീഷാണ്, ഷാംപൂ ഇംഗ്ലീഷാണ്. ഇങ്ങനെ തുടങ്ങിയ സീലിംഗ് ഇംഗ്ലീഷാണ്. അവിടെ തന്നെ ബൾബും സ്വിച്ചും എല്ലാ കാര്യങ്ങളും ഉണ്ട്, എല്ലാം ഇംഗ്ലീഷാണ്. ഏകദേശം 100% വാക്കുകൾ നമ്മൾ ടോയ്ലറ്റിനുള്ളിൽ മാത്രം ഉപയോഗിക്കുന്നത് ഇംഗ്ലീഷാണ്. അവിടെ നിന്ന് ഇറങ്ങി, നമ്മുടെ കുളി കഴിഞ്ഞു, അവിടെ നിന്ന് ഇറങ്ങിക്കഴിഞ്ഞു, നമ്മൾ പിന്നെ ഡ്രസ്സാണ് ഇടാറ് അല്ലേ. ഡ്രസ്സ് ഇംഗ്ലീഷാണ്, പാൻറ്റ് ഇംഗ്ലീഷാണ്, ഷർട്ട് ഇംഗ്ലീഷാണ്, ബനിയൻ ഇംഗ്ലീഷാണ്, ഇന്നർ വെയർ ഇംഗ്ലീഷാണ്. അതേപോലെ ഷൂ ഇംഗ്ലീഷാണ്, പെൻ ഇംഗ്ലീഷാണ്, പേഴ്സ് ഇംഗ്ലീഷാണ്, ക്യാഷ് ഇംഗ്ലീഷാണ്, ATM കാർഡ് ഇംഗ്ലീഷാണ്, ബുക്സ് ഇംഗ്ലീഷാണ്, നമ്മുടെ ബാഗ് ഇംഗ്ലീഷാണ്, ചാർജർ ഇംഗ്ലീഷാണ്, എല്ലാ സംഭവങ്ങളും കീ ഇംഗ്ലീഷാണ്, എല്ലാ സംഭവങ്ങളും. നമ്മൾ ഡ്രസ്സ് ചെയ്തു. പിന്നെ നമ്മൾ എങ്ങോട്ടാണ് പോകുന്നത്? കിച്ചൺ ഇംഗ്ലീഷാണ്. ഇരിക്കുന്നത് അവിടെ ഡൈനിങ് ടേബിൾ ഇംഗ്ലീഷാണ്. നമ്മൾ ഡെയിലി ഉപയോഗിക്കുന്ന വാക്കുകളുടെ കാര്യങ്ങൾ മാത്രമാണ് ഞാൻ പറഞ്ഞത്. നമ്മുടെ വീട്ടിലെ ഉപ്പുപ്പന്മാരും അല്ലെങ്കിൽ പിന്നെ വല്യച്ഛന്മാർ വരെ ഉപയോഗിക്കുന്ന വാക്കുകളാണ് ഞാൻ പറയുന്നത്, സാധാരണ ജനങ്ങൾ ഉപയോഗിക്കുന്ന വാക്കുകൾ. പിന്നെ ഫ്രിഡ്ജ് ഇംഗ്ലീഷാണ്, അതിനുള്ള കോൾഡ് വാട്ടർ ഇംഗ്ലീഷാണ്, ജ്യൂസസ് ഇംഗ്ലീഷാണ്, ടൊമാറ്റോ ഇംഗ്ലീഷാണ്. പിന്നെ നമ്മൾ തക്കാളി എന്ന് പറയുമെങ്കിലും ടൊമാറ്റോ എന്ന് നമുക്കറിയാം. പിന്നെ വിനെഗർ ഇംഗ്ലീഷാണ്, സോസസ് എല്ലാം ഇംഗ്ലീഷാണ്, ഐസ് ഇംഗ്ലീഷാണ്. പിന്നെ ഒരുവിധം പിന്നെ ഫുഡ് ഐറ്റംസ് കംപ്ലീറ്റ് നമ്മുടെ ഇംഗ്ലീഷിലാണ് നമ്മൾ സംസാരിക്കാറുള്ളത് അല്ലെങ്കിൽ പറയാറുള്ളത്. അവിടെ തന്നെ വിൻഡോകളുണ്ട്, സീലിംഗ് ഉണ്ട്, സ്വിച്ച് ഫാൻ ഉണ്ട്, എല്ലാം പിന്നെ ഇംഗ്ലീഷാണ്. തുറക്കുന്ന ടാപ്പ് ഇംഗ്ലീഷാണ്, സിങ്ക് ഇംഗ്ലീഷാണ്, ഫിഷ് ഇംഗ്ലീഷാണ്, ചിക്കൻ ഇംഗ്ലീഷാണ്, എഗ് ഇംഗ്ലീഷാണ്, പിന്നെ ഓവൻ ഇംഗ്ലീഷാണ്, മൈക്രോവേവ് ഇംഗ്ലീഷാണ്, കുക്കർ ഇംഗ്ലീഷാണ്, സ്റ്റൗ ഇംഗ്ലീഷാണ്, ലൈറ്റർ ഇംഗ്ലീഷാണ്. ഇങ്ങനെ തുടങ്ങിയ എല്ലാ കാര്യങ്ങളും കിച്ചണിലും ഒരു 80-90% നമ്മൾ ഡെയിലി യൂസ് ചെയ്യുന്നത്, ഇംഗ്ലീഷ് സംസാരിക്കാൻ കഴിവില്ലാത്ത നമ്മൾ യൂസ് ചെയ്യുന്നത് ഇംഗ്ലീഷ് വേർഡുകൾ മാത്രമാണ്. അതിനുശേഷം വൈഫ് ഇംഗ്ലീഷാണ്, ചായ കൊടുത്തതിന് ശേഷം അല്ലെങ്കിൽ കോഫി ഇംഗ്ലീഷാണ്, ചായക്ക് ചായ എന്ന് തന്നെയാണ് നമ്മൾ പറയാറുള്ളത്. എങ്കിലും ടീ ആണെന്ന് നമുക്കറിയാം. അത് വിട്ടാലും കോഫി ഇംഗ്ലീഷാണ്.
ഇപ്പോൾ സ്വിച്ചിൻ്റെ സമയത്ത് പറയുകയാണെങ്കിൽ നമ്മുടെ വല്യപ്പ രാവിലെ തന്നെ പറയാണ് മക്കളോട്, അല്ലെങ്കിൽ വല്യച്ഛൻ രാവിലെ തന്നെ പറയാണ് മക്കളോട്, മോനെ ആ ഫാനിൻ്റെ വൈദ്യുത ആഗമന നിഗമന യന്ത്രം വന്നിടും. ആരെങ്കിലും പറയാറുണ്ടോ? ഇല്ല, ആർക്കും അറിയ പോലും ഇല്ല. അതാണ് രസം. എന്താണ് പറയുക, ഫാനിൻ്റെ സ്വിച്ച് ഒന്ന് ഓഫ് ആക്കുക, അല്ലെങ്കിൽ സ്വിച്ച് ഒന്ന് ഓൺ ചെയ്യും. ഇതെല്ലാം ഇംഗ്ലീഷാണ് തന്നെ. അവിടെ നിന്ന് കഴിഞ്ഞ് പിന്നെ ഡൈനിങ് ഹാളിൽ കൂടെ ലിവിങ് ഹാളിൽ പോകും. അവിടെ ഉണ്ട് TV ഉണ്ട്, അവിടെ സോഫ സെറ്റിങ്സ് ഉണ്ട്, എല്ലാം ഇംഗ്ലീഷാണ്. സീലിംഗ് ഇംഗ്ലീഷാണ്, ഡെക്കറേഷൻസ്, ഇൻറ്റീരിയർ ഡിസൈൻസ് എല്ലാം ഇംഗ്ലീഷാണ്. അങ്ങനെ റൂമിലുള്ള എല്ലാ സാധനങ്ങളും ഇംഗ്ലീഷാണ്. TV, ലാപ്ടോപ്പ്, കമ്പ്യൂട്ടേഴ്സ്, മൊബൈൽ ഫോൺ എല്ലാം ഇംഗ്ലീഷാണ്. അത് കഴിഞ്ഞ് നമ്മൾ വീട്ടിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങുമെന്ന് വിചാരിക്കുക. അപ്പോൾ നമ്മൾ ഇറങ്ങുന്നത് സിറ്റ് ഔട്ടിലേക്കാണ്. അവിടെ ചെയറുണ്ട്, സോഫ ഉണ്ട്, എല്ലാം ഉണ്ട്, പിന്നെ എല്ലാം ഇംഗ്ലീഷാണ്. അത് കഴിഞ്ഞ് നമ്മൾ പുറത്തേക്കുന്ന സമയത്ത് സ്റ്റെപ്പ് ഇംഗ്ലീഷാണ്. പിന്നെ ഷൂ എടുത്തിട്ടും ഷൂ ഇംഗ്ലീഷാണ്, ഷോക്സ് ഇംഗ്ലീഷാണ്. പിന്നെ അത് കഴിഞ്ഞ് നമ്മുടെ കയ്യിലാണെങ്കിൽ കീ ഇംഗ്ലീഷാണ്. കാറാണെങ്കിൽ കാർ എടുക്കാമെന്ന് വിചാരിച്ചോളൂ. കാറിൻ്റെ എല്ലാം ഇംഗ്ലീഷാണ്. കാർ ഇറ്റ് സെൽഫ് ആൻ ഇംഗ്ലീഷ് വേർഡ്. സീറ്റ് ഇംഗ്ലീഷാണ്, സ്റ്റെയർ ഇംഗ്ലീഷാണ്, ടയർ ഇംഗ്ലീഷാണ്, ബോണറ്റ് ഇംഗ്ലീഷാണ്, നമ്പർ പ്ലേറ്റ് ഇംഗ്ലീഷാണ്, സീറ്റ് ബെൽറ്റ് ഇംഗ്ലീഷാണ്, പിന്നെ ഫ്രണ്ട് സീറ്റ് ഇംഗ്ലീഷാണ്, ബാക്ക് സീറ്റ് ഇംഗ്ലീഷാണ്. ഇതൊക്കെ എല്ലാം നമ്മൾ ഇംഗ്ലീഷാണ് യൂസ് ചെയ്യാറ്. അതിൻ്റെ ഗ്ലാസ് ഇംഗ്ലീഷാണ്, മിറർ ഇംഗ്ലീഷാണ്, അതിലുള്ള AC ഇംഗ്ലീഷാണ്, പിന്നെ ബ്രേക്ക് ഇംഗ്ലീഷാണ്, ആക്സിലേറ്റർ ഇംഗ്ലീഷാണ്, ക്ലച്ച് ഇംഗ്ലീഷാണ്. ഇങ്ങനെ പിടിച്ച എല്ലാ സാധനങ്ങളും ഇംഗ്ലീഷ് സംസാരിക്കാൻ തീരെ അറിവില്ലാത്ത നമ്മൾ യൂസ് ചെയ്യുന്നത് 99% ഇംഗ്ലീഷ് വാക്കുകളാണ്. പിന്നെ എവിടെയാണ് നമ്മുടെ പ്രശ്നം? അതും കഴിഞ്ഞ് നമ്മൾ വീടിൻ്റെ പുറത്തേക്കിറങ്ങി ഗേറ്റ് തുറന്ന്, ഗേറ്റ് ആണെങ്കിൽ ഗേറ്റ് ഇംഗ്ലീഷ്, ഗേറ്റ് ഓപ്പൺ ചെയ്യാമെന്നും പറയും. ഓപ്പൺ ചെയ്യുന്നുണ്ടെങ്കിൽ അത് ഇംഗ്ലീഷ്. അത് കഴിഞ്ഞ് നമ്മൾ റോഡ് ഇംഗ്ലീഷ്, റോഡിൻ്റെ ലെഫ്റ്റ് സൈഡ് ഇംഗ്ലീഷ്, റൈറ്റ് സൈഡ് ഇംഗ്ലീഷ്, ബിൽഡിങ്ങുകൾ ഇംഗ്ലീഷ്, ഷോപ്സ് ഇംഗ്ലീഷ്, മാളുകൾ ഇംഗ്ലീഷ്, ഹൈപ്പർ മാർക്കറ്റുകൾ ഇംഗ്ലീഷ്, ലോറി ഇംഗ്ലീഷ്, ബസ് ഇംഗ്ലീഷ്, സൈക്കിൾ ഇംഗ്ലീഷ്, ഓട്ടോറിക്ഷ ഇംഗ്ലീഷ്, കാർ ഇംഗ്ലീഷ്. ഇങ്ങനെ നിങ്ങൾ റോഡിൽ കാണുന്ന കംപ്ലീറ്റ് കാര്യങ്ങളും നമ്മൾ സംസാരിക്കുന്നത് ഇംഗ്ലീഷാണ്. 95% വാക്കുകളും നമ്മൾ പ്രയോഗിക്കുന്നത് ഒബ്ജക്ട്സിൻ്റെ നെയിം നമ്മൾ യൂസ് ചെയ്യുന്നത് ഇംഗ്ലീഷിലാണ്. പിന്നെ എന്താണ് നമ്മുടെ പ്രശ്നം? നമുക്ക് ഇംഗ്ലീഷ് സംസാരിക്കാനായിട്ട് അറിയില്ല. ഒരുപാട് പേര് സംസാരിക്കുന്നുണ്ട്, അവരെക്കുറിച്ചല്ല ഞാൻ പറയുന്നത്. സംസാരിക്കാൻ പറ്റാത്ത നിസ്സഹായകരായ ആളുകളുടെ കാര്യമാണ് ഞാൻ പറയുന്നത്. എന്താണ് നമ്മുടെ മനസ്സ്? നമുക്ക് ഇംഗ്ലീഷ് സംസാരിക്കാൻ പറ്റും എന്നുള്ള ഒരു ആത്മവിശ്വാസമാണ് ആദ്യമായിട്ട് വേണ്ടത്. നമുക്ക് ഇവിടെ ഒന്നും വേണ്ട. 99% ഒരു ലാംഗ്വേജ് പഠിക്കണമെങ്കിൽ നമുക്ക് വേണ്ടത് വൊക്കാബുലറീസാണ്. ഏതൊരു ലാംഗ്വേജ്, ഇപ്പോൾ ഗൾഫിൽ പോയാൽ അറബി പഠിക്കണമെങ്കിൽ സാധനങ്ങളെ പേരെന്താണെന്ന് നമ്മൾ ചോദിച്ചിട്ട് പഠിക്കുക. പല സാധനങ്ങളുണ്ടാവും, അതിൻ്റെ പേരുകൾ എന്താണെന്ന് പറഞ്ഞിട്ടാണ് പിന്നെ അത് ഒപ്പിച്ചിട്ട് നമ്മൾ പറയുന്നത്. ബാക്കിയുള്ള എല്ലാ ഭാഷയും അങ്ങനെ, ഇംഗ്ലീഷും അതുപോലെ തന്നെയാണ്. ഇവിടെ നമുക്കുള്ള ഏറ്റവും വലിയ പ്ലസ് പോയിൻറ്റ് വൊക്കാബുലറി, സാധനങ്ങളുടെ പേര് മുഴുവനും നമുക്കറിയാം ഇംഗ്ലീഷ്. ഒരുവിധം 90% സാധനങ്ങളുടെ പേരും ഇംഗ്ലീഷാണെന്ന് നമുക്കറിയാം. പിന്നെ വേണ്ടത് നമുക്ക് എന്താണ്? കുറച്ച് കണക്റ്റിംഗ് വേർഡ്സ് മാത്രമേ ആവശ്യമുള്ളൂ. വാട്ട്, ഈഫ്, ആൻഡ്, യു, മീ, ഇങ്ങനെ കുറച്ച് കണക്റ്റിംഗ് വേർഡ് മാത്രം ഉണ്ടായാലും ഒപ്പിച്ച് പറഞ്ഞാൽ നമ്മുടെ ഇംഗ്ലീഷായി. ഇതിൽ കൂടി കുറച്ചും കൂടി ഗ്രാമറും കൂടി നോക്കിയിട്ടാണെങ്കിൽ അവൻ ഫ്ലുവൻറ്റ് സ്പീക്കർ, നല്ലൊരു മനസ്സിലാക്കുന്ന ഇംഗ്ലീഷ് സംസാരിക്കുന്ന ഒരു വ്യക്തിയായി മാറി. അപ്പം ഞാൻ പറഞ്ഞു വന്നത്, ഈ വീഡിയോയുടെ ഉള്ളടക്കം മലയാളികളായ നമുക്ക് ഇംഗ്ലീഷ് സംസാരിക്കാൻ നിങ്ങൾ ഒരിക്കലും പുറകോട്ട് നിൽക്കരുത്. വീണ്ടും ഞാൻ പറയാം, കേരളത്തിലെ മിക്ക 99% ഷോപ്പുകളുടെയും ഹൈപ്പർ മാർക്കറ്റുകളുടെയും മാർക്കറ്റുകളുടെയും ബോർഡുകൾ എഴുതി വെച്ചിരിക്കുന്നത് ഇംഗ്ലീഷിലാണ്. മലയാളികളായ തമിഴ്നാട്ടിൽ പോയാൽ നിങ്ങളത് കാണില്ല, തമിഴിൽ മാത്രമേ എഴുതൂ. അത്രത്തോളം മുൻപന്തിയിലാണ് നമ്മുടെ ഇംഗ്ലീഷ് പരിജ്ഞാനം നമുക്ക്. പക്ഷേ അത് യൂസ് ചെയ്യാനുള്ള കഴിവ് നമുക്കില്ല, അല്ലെങ്കിൽ അതിനുള്ള ഒരു ബോധം നമുക്കില്ല എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അപ്പോൾ എല്ലാവരും ഈ കാര്യങ്ങൾ ശ്രദ്ധിച്ച് നിങ്ങളുടെ ഇംഗ്ലീഷ് പരിജ്ഞാനം, ഈ കണക്റ്റിംഗ് വേർഡ്സ്, ചെറിയ വാക്കുകൾ കൂട്ടിയാൽ മതി നിങ്ങൾക്ക് സംസാരിക്കാൻ. ഇങ്ങനെ സംസാരിക്കാൻ കഴിവുള്ള ഒരേ ഒരു ജനം നമ്മൾ മലയാളികൾ മാത്രമേ ഉള്ളൂ. ഞാൻ അത് പറയാനുണ്ടായ കാരണം, മലയാളികൾ എന്ന് പറയാനുണ്ടായ കാരണം, ബാക്കിയുള്ള ഞാൻ ഒരുവിധം രാജ്യങ്ങളിലൊക്കെ പോയ സമയത്ത് അവിടുന്ന് മനസ്സിലാക്കാൻ പറ്റിയത്, അവിടുത്തെ ആളുകൾ ഇംഗ്ലീഷ് ഒരു ഒബ്ജക്റ്റിന്, ഒരു പെന്നാണെങ്കിൽ ആ പെണ്ണിന് ഇംഗ്ലീഷുകാർ മാത്രമേ ഉപയോഗിക്കാറുള്ളൂ. എല്ലാവരും ഉപയോഗിക്കാറുണ്ട്. പക്ഷേ അവർക്ക് പെണ്ണിന് തന്നെ അവരെ പിന്നെ നിഘണ്ടുവിൽ അല്ലെങ്കിൽ അവരെ ലാംഗ്വേജ് ഉണ്ട്. പല ഫിലിപ്പൈൻസ് ആണെങ്കിൽ അവർക്ക് അവരുടേതായ ലാംഗ്വേജാണ്. ഇന്തോനേഷ്യൻ അവർക്ക് അവരുടേതായ ലാംഗ്വേജ്, അവർക്ക് അവരുടേതായ. ഇപ്പോൾ സ്വിച്ചിന് നമ്മൾ വൈദ്യുത ആഗമന നിഗമനം എന്തെന്ന് ആരും പറയാറില്ലല്ലോ. കാറിനാണ് ഗ്ലാസ്, നമ്മുടെ കുടിക്കുന്ന ഗ്ലാസ്സിന് ഗ്ലാസ്, സ്കൂളത്തെ ഗ്ലാസ്,
പിന്നെ ഇതിനൊന്നും മലയാളം പോയി നമ്മൾ നോക്കാറില്ല. ഇങ്ങനത്തെ ഒരുപാട് വാക്കുകൾ നമുക്ക് മലയാളം അറിയാത്ത വാക്കുകളാണ് നമ്മൾ ഇംഗ്ലീഷിൽ ഉപയോഗിക്കുന്നത്. അപ്പം നമുക്കാണ് ഏറ്റവും കൂടുതൽ കഴിവ് എന്ന് വിശ്വസിച്ചുകൊണ്ട് നിങ്ങൾ ഇംഗ്ലീഷ് സംസാരിക്കാനുള്ള കഴിവ് നിങ്ങൾ ഉയർത്തിക്കൊണ്ടുവരണം, സംസാരിക്കുകയും വേണം. എല്ലാവിധ ആശംസകളും നേരുന്നു.